അയൽപ്പക്കത്തെ തല്ലുമാല. രചന നീലമിഴികൾ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. നാട്ടിൻ പുറത്തായ ഇടവഴിയിൽ പണ്ടേ പ്രശസ്തമാണ് കൃഷ്ണവിലാസവും മംഗലശ്ശേരിയും. രണ്ടു വീടുകൾ തമ്മിൽ ഒരു മതിലിന്റെ അകലം പോലുമില്ല, വെറും ഒരു വേലി മാത്രം. പക്ഷെ ആ വേലിക്ക് അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നവർ തമ്മിൽ കണ്ടാൽ അപ്പോൾ തുടങ്ങും പൂര അടി. കൃഷ്ണവിലാസത്തിലെ ആദിയും മംഗലശ്ശേരിയിലെ മീരയും. ആദി ഗൾഫിൽ നിന്ന് ലീവിൽ വന്നതിന്റെ 3-ാം ദിവസമാണ് തന്റെ പുതിയ ബ്രാൻഡഡ് സ്പോർട്സ് ഷർട്ടും ഇട്ട് കണ്ണാടിക്കുമ്പിൽ നിന്ന് സ്റ്റൈലായി മുടി ചെയ്യാൻ മുറ്റത്തേക്ക് ഇറങ്ങി. കയ്യിൽ ഒരു അത്യാധുനികമായ വാട്ടർ ഹോസ് ഉണ്ട്. ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന പൈസ കൊണ്ട് വാങ്ങിയ തന്റെ പുതിയ കാറൊന്ന് കഴുകി വെടിപ്പാക്കാമെന്നായിരുന്നു അവന്റെ പ്ലാന്. ഇന്ന് ഈ നാട്ടുകാർ മുഴുവൻ ഈ ആദ്യം നോക്കണം, എന്റെ ഈ കാറും ഈ ലുക്കും. എന്തായാലും മീര പഴയ കാന്താരി തന്നെ ആയിരിക്കുമോ, അവൻ സ്വയം പറഞ്ഞ് ചിരിച്ചു. കാറിൽ വെള്ളമടിച്ച് തുടങ്ങുന്നതിനിടയിൽ ആദിയുടെ ശ്രദ്ധ വേലിക്കൽ ഉണങ്ങാനിട്ടിരിക്കുന്ന തുണികളിലേക്ക് പോയി. മീരയുടെ വീട്ടിലെ വസ്ത്രങ്ങളാണ് അവിടെ കിടക്കുന്നത്. ആദി പതുക്കെ ചിരിച്ചു. വേലിക്കപ്പുറത്ത് മീര മുറ്റം തൂക്കുന്നുണ്ട്. അവൻ പതുക്കെ പൈപ്പിന്റെ പ്രഷർ കൂട്ടി കാറിന്റെ ബോണറ്റിൽ അടിച്ചു. വെള്ളം തെറിച്ച് മീരയുടെ വീട്ടിലെ വെള്ളസാരിയിൽ നല്ല ഒന്നാന്തരം ചെളി അടിച്ചു. എന്റെ കൃഷ്ണോ, ഇതെന്താണ് ഈ കാണിക്കുന്നേ? മീരയുടെ ഗർജനം കേട്ടതും ആദ്യം ഒന്നറിയാത്തവനെ പോലെ വിസിലടിച്ച് കാറ് കഴുകി. മീര കയ്യിലുണ്ടായിരുന്ന ശൂലുമായി വേലിക്കിലെത്തി. ആദി, നീ എന്താ ഈ കാണിച്ച്? കഷ്ടപ്പെട്ട് ഇറക്കി ഒളിപ്പിച്ചിട്ട് സാരിയാടാ ഇത്. നിനക്ക് കാറഴിക്കാൻ വേറെ സ്ഥലമൊന്നുമില്ലേ? ആദ്യം പതുക്കെ തിരിഞ്ഞു നോക്കി. മീര പഴയ മീര തന്നെ, അല്പം കൂടി തൻ്റെടിയായിട്ടുണ്ട്. ഓ സോറി മീര, ഞാൻ കണ്ടില്ല. ഇതിപ്പോ എന്റെ മുറ്റല്ലേ, ഇവിടെ എനിക്ക് അടിക്കാം. നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ആ തുണി അങ്ങോട്ട് മാറ്റിയിട്ടൂടെ? ഓഹോ, ഗൾഫിൽ പോയിട്ട് അല്പം അഹങ്കാരം കൂടിയിട്ടുണ്ടല്ലോ. നിന്റെ ഈ കാറ് ചളി മുഴുവൻ എന്റെ സാരിയിലാണ് തെറിപ്പിക്കേണ്ടത്? മീര ദേഷ്യത്തിൽ ചോദിച്ചു. ഇതൊരു സാധാരണ കാറല്ലേ മീര, ഇത് സ്പോർട്സ് കാറാ. ഇതിന്റെ വെള്ളം തെറിക്കുന്ന പോലെ ഒരു ഭാഗ്യാ. ആദ്യ കളിയാക്കി ചിരിച്ചു. മീരയുടെ ഉള്ളിലെ കാന്താരി ഉണർന്നു. അവൾ പതുക്കെ മുറ്റത്തെ ടാപ്പ് തുറന്ന് കയ്യിൽ കിട്ടിയ മഗ്ഗിൽ വെള്ളം നിറച്ച് അവൾ ആദിയുടെ നേരെ ഒറ്റയേറി. ആദിയുടെ ആ സ്റ്റൈലും ഷർട്ടും മുടിയും വെള്ളത്തിൽ കുതിർന്നു. മീരെ, നീ ഇത് എന്ത് പണി കാണിച്ച്? എന്റെ ബ്രാൻഡഡ് ഷർട്ടാ ഇത്. ആദി ഷർട്ട് ഉടഞ്ഞോട് ഒച്ച വെച്ചു. ബ്രാൻഡഡ് ഷർട്ടല്ലേ, കുറച്ചുകൂടി വെള്ളമാവാം. അവൾ വീണ്ടും വെള്ളം കോരി ഒഴിച്ചു. അവിടെ ഒരു ചെറിയ യുദ്ധം തന്നെ തുടങ്ങി. ആദി പൈപ്പ് ഉപയോഗിച്ചും മീര ബക്കറ്റിലെ വെള്ളം ഉപയോഗിച്ചും പരസ്പരം നനച്ചു. ഒടുവിൽ രണ്ടുപേരും നന്നായി നനഞ്ഞു കുതിർന്നു. ആദിയുടെ അച്ഛൻ ഗോവിന്ദൻ നായർ ശബ്ദം കേട്ട് പുറത്തേക്ക് വന്നു. എന്താടാ ഇവിടെ? ആദി, നീ എന്തിനാ അവളെ ശല്യം ചെയ്യുന്നത്? അച്ഛൻ ഇവളെ ആദ്യം തുടങ്ങിയത്. അമ്മേ കണ്ടോ നീ ആദി ചെയ്യുന്ന പണി? മീരകത്തേക്ക് നോക്കി വിളിച്ചു പോയി. രണ്ടു വീട്ടുകാരും വേലിക്കൽ ഒത്തുചേർന്നു. നാട്ടിലെ പഴയ കഥകളൊക്കെ അവർക്കറിയാം. ആദിയും മീരയും തമ്മിൽ കുട്ടിക്കാലം മുതലേ ഇങ്ങനെയാണ്. പണ്ട് സ്കൂളിൽ പോകുമ്പോൾ മീരയുടെ ബാഗിൽ തവളയിട്ടതും ആദിയുടെ സൈക്കിളിന്റെ കാറ്റ് മീര അഴിച്ചുവിട്ടതൊക്കെ ഇപ്പോഴും നാട്ടുകാരുടെ ഇടയിലെ തമാശകളാണ്. നിങ്ങൾ രണ്ടുപേർക്ക് എപ്പോഴാണ് ഈ ബുദ്ധി വരുന്നത്? മീരയുടെ അമ്മ ചോദിച്ചു. അന്ന് വൈകുന്നേരം ആദ്യം തന്റെ വീടിന്റെ ടെറസിലിരിക്കുകയായിരുന്നു. നിലാവിന്റെ വെളിച്ചത്തിൽ അവൻ മീരയുടെ വീട് നോക്കി. മീര അവിടെ ഇരുന്ന് എന്തോ പഠിക്കുന്നുണ്ട്. ദേഷ്യം വന്നാലും മീരയെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് അവൻ മനസ്സാ സമ്മതിച്ചു. പെട്ടെന്ന് മീര തല ഉയർത്തി നോക്കി. ആദ്യം കണ്ടതും അവൾ അവന് നോക്കി കൊഞ്ഞനും കുത്തി ജനാല അടച്ചു. കാന്താരി. ആദി പതുക്കെ ചിരിച്ചു. പിറ്റേന്ന് രാവിലെ നാട്ടിലെ ക്ലബിന്റെ വക ഒരു വടംവലി മത്സരം ഉണ്ടായിരുന്നു. ആദിയും മീരയും 2 ടീമുകളിലാണ്. ആദി പുരുഷന്മാരുടെ ടീമിലും മീര സ്ത്രീകളുടെ ടീമിലും. രണ്ടുപേരും ജയിക്കാൻ വേണ്ടി വാശിയിലാണ്. മത്സരത്തിനിടയിൽ ആദി മീരയെ നോക്കി കളിയാക്കി. മീര തന്റെ ടീമിനെ ഉഷാറാകാൻ ശ്രമിച്ചു. പെട്ടെന്ന് മീരയുടെ ടീം ആദിയുടെ ടീമിനെ വലിച്ചു വീഴ്ത്തി. ആദി തറയിൽ വീണതും മീര അവന്റെ അടുത്തായി പരിഹസിച്ചു. എന്തായി സ്പോർട്സുകാർ സിംഹമേ, വടംവലിയിൽ വീണുപോയോ? ആദി പതുക്കെ എഴുന്നേറ്റു. ഇത് തൽക്കാലം ഞാൻ വിട്ടു തന്നാ. നിന്റെ ആ സന്തോഷം കണ്ടിട്ട് സങ്കടം തോന്നണ്ടല്ലോ എന്ന് കരുതി. രണ്ടുപേരും പരസ്പരം തർക്കിച്ച് നിൽക്കുമ്പോഴാണ് നാട്ടിലൊരു വൃദ്ധൻ അങ്ങോട്ട് വന്നു. നിങ്ങളിങ്ങനെ തല്ലുണ്ടാക്കിയിരിക്കാതെ മീരയുടെ വീട്ടിലെ ആടായ ഭീമനെ കാണാനില്ലെന്ന് നിന്റെ അച്ഛൻ പറയുന്നുണ്ട്. മീര ഞെട്ടിപ്പോയി. ഭീമൻ അവൾക്ക് ജീവനായിരുന്നു. അവൾക്ക് അറിയാൻ തുടങ്ങി. എന്റെ ഭീമനാരെങ്കിലും എടുത്തുണ്ടായതാ വാദി. നീയല്ല അവസാനം പ്ലാവിന് കൊടുത്ത്. ഞാനെന്തിനാ നിന്റെ ആടിനെടുക്കുന്നത്? എന്നാലും സാരമില്ല, നമുക്ക് നോക്കാം. ആദിയുടെ ഉള്ളിലെ കരിപ്പ് മാറി. മീരയുടെ സങ്കടം കണ്ടപ്പോൾ അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. നമുക്ക് ആട്ടിലേക്ക് പോയി നോക്കാം, ചിലപ്പോൾ അവൻ അങ്ങോട്ട് പോയിട്ടുണ്ടാവും. ആദി തന്റെ ബൈക്കിന്റെ കീ എടുത്തു. മീര ആദിയുടെ പിന്നിൽ ബൈക്കിൽ കയറി. പണ്ട് സ്കൂളിൽ പോയിരുന്ന പോലെ ഒരു യാത്ര. വേലിക്ക് അപ്പുറം ഇപ്പുറവും നിന്നിരുന്നവർ ഇപ്പോൾ ഒന്നിച്ചൊരു ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ്. പക്ഷേ ആ യാത്രയിൽ അവരെ കാത്തിരുന്ന് വലിയൊരു സർപ്രൈസ് ആയിരുന്നു. ആദിയുടെ ബൈക്കിന് പിന്നിൽ നിന്ന് കാട്ടുവഴിയിലൂടെ പോകുമ്പോൾ മീരയുടെ ഉള്ളിൽ ഭയം നിറയുന്നുണ്ടായിരുന്നു. തന്റെ പ്രിയപ്പെട്ട ഭീമൻ എവിടെയായിരിക്കും? വഴിയിലൂടെ നീളം ആദിയോളെ കളിയാക്കാൻ ശ്രമിച്ചെങ്കിലും മീരയുടെ കണ്ണു നിറഞ്ഞു കണ്ട് അവൻ പതുക്കെ ശാന്തനായി. ആ അടിപിടിക്കിടയിൽ അവിടെ സങ്കടം അവന് വല്ലാതെ അസ്വസ്ഥനാക്കുന്നുണ്ടായിരുന്നു. ആദി പതിയെ പോ, എനിക്ക് പേടിയാവുന്നു. മീര അവന്റെ തോളിൽ പതുക്കെ പിടിച്ചു. പേടിക്കാതെ മീരെ, നിന്റെ ഭീമൻ അത്ര പെട്ടെന്ന് ആരുടെയും കൈ കിട്ടില്ല. അവനൊരു 1-ാം തരം കരിപ്പനല്ലേ. ആദി ബൈക്കിന്റെ വേഗത കുറച്ചു. കാടിന്റെ അതിർത്തിയിലെത്തിയപ്പോൾ അവർ ബൈക്ക് നിർത്തി.
ഇരുട്ട് പടർന്നു തുടങ്ങിയിരിക്കുന്നു. ചീവീടുകളുടെ കരച്ചിൽ ആ നിശബ്ദതയെ ഭേദിക്കുന്നുണ്ടായിരുന്നു. ആദ്യം തന്റെ ഫോണിലെ ടോർച്ച് തെളിയിച്ചു. മീര അവന്റെ തൊട്ടു പിന്നാലെ നടന്നു. ഇടയ്ക്കിടെ മരക്കൊമ്പുകൾ അനങ്ങുമ്പോൾ അവൾ പേടിയോടെ ആദിയുടെ ഷട്ടിൽ മുറുകെ പിടിക്കുന്നുണ്ടായിരുന്നു. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നു? പണ്ട് എന്റെ ബാഗിൽ തവളയിട്ടപ്പോൾ എനിക്ക് അത്ര പേടിയൊന്നുമില്ലായിരുന്നല്ലോ. ആദ്യം അവളെ കളിയാക്കി. അതൊക്കെ പണ്ടല്ലേ, ഇപ്പൊ ഇവിടെ കാണാം, വല്ല പാമ്പോ മറ്റോ ഉണ്ടെങ്കിലോ? മീര ചുറ്റും നോക്കി. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ ഒരു കുറ്റിക്കാട് പിന്നിൽ നിന്ന് ചെറിയൊരു ശബ്ദം കേട്ടു. മീര ആദിയെ കെട്ടിപ്പിടിച്ചു പോയി. ആ നിമിഷം ആദിയുടെ ഹൃദയം ഒന്ന് വേഗത്തിൽ മിടിച്ചു. അവൻ പതുക്കെ ടോർച്ച് ആ ഭാഗത്തേക്ക് അടിച്ചു. അവിടെ ഒരു കുഴിയിൽ വീണിടയ്ക്കായിരുന്നു ഭീമൻ. കാലെവിടെയോ കുടുങ്ങിയതുകൊണ്ട് അവൻ അനങ്ങാൻ കഴിയുന്നില്ല. ദേ ഭീമൻ! മീര ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. ആദ്യ പതുക്കെ ആടിന്റെ കാല് കുടുങ്ങിയ വള്ളികളിൽ നിന്ന് അറുത്തു മാറ്റി. നോക്കിയവന് ചെറിയൊരു പോറലേറ്റുണ്ട്, നമുക്ക് വേഗം വീട്ടിലെത്തിക്കണം. ആദ്യ ഭീമനെ തോളിലെടുത്തു. വലിയ ഭാരമുണ്ടായിരുന്നെങ്കിലും അവനത് പുറത്ത് കാണിച്ചില്ല. മീര അവൻ അത്ഭുതത്തോടെ നോക്കി. എപ്പോഴും തന്നോട് വഴക്കിടുന്ന, തന്നെ കളിയാക്കി ചിരിക്കുന്ന ഈ ആദിയുടെ ഉള്ളിൽ ഇത്രയും വലിയൊരു മനസ്സുണ്ടെന്ന് അവൾ ആദ്യമായി തിരിച്ചറിഞ്ഞു. അവൾ തിരികെ ബൈക്കിനടുത്തെത്തി. മീരയും ആദ്യം ഭീമനെ നടുക്കിരുത്തി പതുക്കെ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും ആശ്വാസത്തിലായി. മീരയുടെ അച്ഛൻ ആദ്യ തോളിൽ തട്ടി അഭിനന്ദിച്ചു. നീ വന്നത് നന്നായി മോനെ, അല്ലെങ്കിൽ ഈ കുട്ടിന്ന് ഉറങ്ങില്ലായിരുന്നു. അന്ന് രാത്രി മീരയ്ക്ക് ഉറക്കം വന്നില്ല. അവൾ തന്നെ ജനാലക്കൽ വന്നിരുന്നു. അപ്പുറത്തെ വീട്ടിലെ ടെറസിൽ ആദ്യം ഇരിക്കുന്നുണ്ടായിരുന്നു. ടോർച്ച് വെളിച്ചത്തിൽ അവൻ എന്തോ എഴുതുകയാണ്. മീര പതുക്കെ ഒന്ന് ചൂളം വിളിച്ചു. ആദി തല ഉയർത്തി നോക്കി. എന്താ കാന്താരി, ഉറക്കം വരുന്നില്ലേ? താങ്ക്സ് ആദി, ഇന്ന് സഹായിച്ചേന്, മീര താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. ഓ, അപ്പൊ ഈ കാന്താരിക്ക് നന്ദിയൊക്കെ പറയാൻ അറിയാലേ? ആദ്യം എഴുന്നേറ്റ് വേലിക്കൽ വന്നു. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. ഇനി എന്റെ കാറ് കഴുകുമ്പോ നീ വെള്ളം കോരി ഒഴിക്കരുത്. അതപ്പ നോക്കാം. മീര കണ്ണി ചിമ്മി ജനാല അടച്ചു. പിറ്റേ നാട്ടിൽ ഉത്സവമായിരുന്നു. ആദ്യം ഒരു വെള്ളമുണ്ട് ഷർട്ടും ഇട്ട് നല്ല തനി നാടൻ ലുക്കിലാണ് എത്തിയത്. മീര ഒരു പട്ടുപാവടയും ബ്ലൗസും അണിഞ്ഞ് മുല്ലപ്പൂവൊക്കെ ചൂടി അതീവ സുന്ദരിയായി ഉത്സവ പറമ്പിൽ വെച്ച് അവർ കണ്ടുമുട്ടി. കൊള്ളാം, ഇന്ന് കണ്ടാൽ ഒരു മനുഷ്യ സ്ത്രീയാണെന്നൊക്കെ തോന്നും. ആദ്യം അവളെ നോക്കി. നീയൊന്നും മോശമല്ല, ഗൾഫുകാരൻ ലുക്കൊക്കെ പോയി ഒരു ലോക്കൽ ഗുണ്ടയെ പോലെയുണ്ട്. മീര തിരിച്ചടിച്ചു. അവർ ചിരിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് നാട്ടിലെ ചില പൂവാലന്മാർ മീരയെ ശല്യം ചെയ്യാൻ തുടങ്ങിയത്. അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല. അവൾ ആദിയെ നോക്കി. ആദിയുടെ മുഖം പതുക്കെ മാറാൻ തുടങ്ങി. അവന്റെ ഉള്ളിലെ ആ കലിപ്പനുണർന്നു. ഡാ, ആരാളാ കുട്ടിന്ന് നിനക്കറിയോ? ആദ്യം അവിടെ അടുത്തേക്ക് ചെന്നു. ആരായാലും ഞങ്ങൾക്ക് എന്താടാ, ഞങ്ങളൊന്നും സംസാരിച്ചാൽ നിനക്കെന്താ? അവരൊരാൾ ചോദിച്ചു. ആദ്യം പിന്നെ നോക്കിയില്ല. അവന്റെ മൂക്ക് നോക്കിയിടി. അവൻ ദൂരേക്ക് തെറിച്ചു. അവിടെ ഒരു വലിയ തല്ലുമാല തന്നെ നടന്നു. മീര പേടിയോടെ നോക്കി നിന്നു. ആദ്യം എല്ലാവരെയും അടിച്ചു വീഴ്ത്തി. പോലീസ് വരുന്ന കണ്ടപ്പോൾ അവൻ മീരയുടെ കൈ പിടിച്ചോടി. അവരൊരു വലിയ ആൽമരത്തിന്റെ ചുവട്ടിലെത്തി. രണ്ടുപേരും കിതക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഭ്രാന്താണ് ആദി, എന്തിനാ അവരെ തല്ലാൻ പോയത്? മീര ദേഷ്യപ്പെട്ടെങ്കിലും അവളുടെ കണ്ണുകളിൽ അവനോടുള്ള ഇഷ്ടം തെളിയുന്നുണ്ടായിരുന്നു. പിന്നെ എന്റെ പെണ്ണിനെ അവൻ ശല്യം ചെയ്യാൻ നോക്കിക്കാൻ എനിക്ക് പറ്റുമോ? ആദ്യ ആവേശത്തിൽ പറഞ്ഞുപോയി. എന്റെ പെണ്ണെന്ന വാക്ക് കേട്ടതും മീര തറഞ്ഞു. അവൾ അവനെ നോക്കി. ആദ്യം താൻ പറഞ്ഞു കൊടുത്തൊന്ന് പതറി. അത് ഞാനൊരു ഫ്ലോയിൽ പറഞ്ഞു പോയതാ. മീര ഒന്നും മിണ്ടിയില്ല. അവൾ പതുക്കെ അവൻ്റെ അടുത്തേക്ക് നടന്നു. അപ്പൊ നീ എന്നെ നിന്റെ പെണ്ണായിട്ടാണോ കാണുന്നത്? ആദ്യം അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. പിന്നല്ലാതെ, കുട്ടിക്കാലം മുതൽ നീ എൻ്റെ കൂടെ വഴക്കിടാൻ വേണ്ടി മാത്രം ജനിച്ചവളല്ലേ. ഇനി ബാക്കി ജീവിതം മുഴുവൻ എൻ്റെ കൂടെ വഴക്കിടാൻ നീ വരില്ലേ മീര? മീരയുടെ മുഖത്തായി ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൾ അവൻ്റെ കൈ പിടിച്ചു. വഴക്കുണ്ടാക്കാൻ നീ റെഡിയാണെങ്കിൽ എനിക്കും കുഴപ്പമില്ല. ഉത്സവത്തിന്റെ വെടിക്കേട്ടപ്പോൾ ആകാശത്ത് പൂത്തിരികൾ വിരിയിച്ചു. ആ വെളിച്ചത്തിൽ രണ്ട് ഹൃദയങ്ങൾ ഒന്നായി മാറി. അയൽവാസികൾ തമ്മിലുള്ള ഒരു പഴയ പടലപ്പിണക്കം പ്രണയത്തിന് വഴിമാറുകയായിരുന്നു. പക്ഷെ അവർ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു. ആദിയുടെ അച്ഛനും മീരയുടെ അച്ഛനും വേലിക്കൽ നിന്ന് വലിയ തർക്കത്തിലാണ്. എന്റെ പറമ്പിലെ പ്ലാവ് വെട്ടാൻ ഞാൻ സമ്മതിക്കില്ല ഗോവിന്ദ നായരെ, മീരയുടെ അച്ഛൻ ഒച്ച വെച്ചു. നിങ്ങളുടെ പ്ലാവ് ചാഞ്ഞടക്കുന്ന എന്റെ ടെറസിലേക്കാ വിളിക്കറേ. ആദിയുടെ അച്ഛനും വിട്ടുകൊടുത്തില്ല. വീട്ടുകാർ തമ്മിലുള്ള യുദ്ധം വീണ്ടും തുടങ്ങിയിരുന്നു. അച്ഛന്മാരുടെ ആ പഴയ മതിൽ യുദ്ധം മുറുകുന്ന കണ്ടപ്പോൾ ആദിയും മീരയും പരസ്പരം നോക്കി. ഗൾഫിൽ നിന്ന് വന്ന സ്പീഡിൽ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് കരുതി ആദിക്ക് ഇത് പണിയാവുമെന്ന് അപ്പോഴേ തോന്നി. മീര അവിടെ തന്റെ അച്ഛന്റെ ദേഷ്യം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് പതുക്കെ ആദിയുടെ പിന്നിൽ മറഞ്ഞു നിന്നു. നിങ്ങൾ രണ്ടുപേരും നിർത്ത്. ആദി നടുവിലേക്ക് ചാടി വീണു. നീമിണ്ടടാ ആദി, ഇവരുടെ ഈ പ്ലാവുകാരനെ എന്റെ കാറ് കഴുകാൻ പോലും പറ്റുന്നില്ല. ഇല മുഴുവൻ കാറിലാ വീഴുന്നത്. ഗോവിന്ദൻ നായർ ആവേശം കൂട്ടി. അതിന് നിങ്ങളുടെ മകൻ പൈപ്പ് എടുത്ത് അടിക്കുമ്പോ എന്റെ ചക്കയിലാ വെള്ളം ധരിക്കുന്നത്. ആ ചക്ക ചീഞ്ഞു പോയ ആരുത്തരം പറയും? പണിക്കർ സാറ് വിട്ടുകൊടുത്തില്ല. ആദ്യം മീരയെ നോക്കി കണ്ണു കാണിച്ചു. അവൾ പതുക്കെ മുന്നോട്ട് വന്നു. അച്ഛാ, ആ പ്ലാവിലെ ചക്ക വഴുത്താ നമ്മൾ പകുതി ഇവർക്ക് കൊടുക്കാറില്ലേ? പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങനെ വഴക്കിടുന്നത്? അതൊക്കെ പണ്ട്, ഇനി ഒരു മടല് പോലും അങ്ങോട്ട് കൊടുക്കില്ല, പണിക്കർ സാറ് കടുപ്പിച്ച് പറഞ്ഞു. രണ്ടുപേരും ദേഷ്യത്തിൽ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. ആദ്യം മീരയും വേലിക്കൽ തനിച്ചായി. ഇനിയിപ്പോ എന്ത് ചെയ്യും ആദി? അച്ഛന്മാര് കട്ട കലിപ്പില്ല. നമ്മുടെ കാര്യം പറഞ്ഞ ഉടനെ സമ്മതിക്കാൻ തോന്നില്ല.
മീര സങ്കടത്തോടെ പറഞ്ഞു. ഇതിനി ഒരു വഴിയുള്ളൂ മീരെ. അവർ തമ്മിൽ വഴക്കിടാൻ കാരണമായ പ്ലാവ് തന്നെ നമ്മളൊരു ആയുധാക്കണം. നീ നാളെ രാവിലെ നോയിക്കോ. പിറ്റേന്ന് രാവിലെ നാട്ടിൽ വലിയൊരു വാർത്ത പരന്നു. പണിക്കർ സാറിന്റെ പ്രിയപ്പെട്ട ആ പ്ലാവാരോ രാത്രി വെട്ടിമാറ്റാൻ നോക്കി. പ്ലാവിന്റെ തായ്തടിയിൽ ഒരു വലിയ വെട്ട്. പണിക്കർ സാർ കരച്ചിലിന്റെ വക്കിലെത്തി. ഗോവിന്ദൻ നായർ ഓടി വന്നു. ആരാണ് എന്റെ സുഹൃത്തിന്റെ പ്ലാവ് വെട്ടാൻ നോക്കിയത്? ഗോവിന്ദൻ നായർ തന്റെ പഴയ ശത്രുത മറന്ന് ഒച്ച വെച്ചു. കണ്ടോ ഗോവിന്ദൻ നായരെ, പ്ലാവ് നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് കരുതി ആരോ ഇത് ചെയ്തതാവും. പണിക്കർ സാർ സങ്കടത്തോടെ പറഞ്ഞു. അതിനീ പ്ലാവ് പോയാൽ പിന്നെ എനിക്കാരോട് വഴക്കിടാൻ പറ്റും? ആ ചക്കയുടെ രുചി എനിക്ക് അത്ര ഇഷ്ടമാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ഇത് ചെയ്തവനെ ഞാൻ വെറുതെ വിടില്ല. ഗോവിന്ദൻ നായർ വികാരാധീനനായി. തങ്ങൾ തമ്മിലുള്ള വഴക്കൊരു പ്ലാവിനേക്കാൾ വലുതല്ലെന്ന് രണ്ടുപേരും തിരിച്ചറിഞ്ഞു. ആ നിമിഷം ആദ്യ പതിക്ക് അങ്ങോട്ട് നടന്നു വന്നു. കയ്യിലൊരു പ്ലാസ്റ്ററും മരുന്നുമുണ്ട്. അച്ഛന്മാരെ പേടിക്കണ്ട, ആ മുറിയിൽ ഞാൻ മരുന്ന് വെച്ചേട്ടാം. ഈ പ്ലാവ് നമ്മൾ സംരക്ഷിക്കും. ആദ്യ പതിക്കെ പ്ലാവിൽ മരുന്ന് വെട്ടുന്ന കണ്ട് അച്ഛന്മാർ രണ്ടുപേരും ശാന്തരായി. സത്യത്തിൽ രാത്രി ആദ്യം ഉണ്ടാക്കിയ ഒരു ചെറിയ അടവായിരുന്നത്. പ്ലാവ് വെട്ടാൻ നോക്കിയത് അവനാണെന്ന് മീരക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. അച്ഛന്മാർ രണ്ടും കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ടപ്പോൾ ആദ്യക്ക് ചിരി വന്നു. അപ്പൊ അച്ഛാ, പ്ലാവ് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്കൊരു കാര്യം കൂടി ചെയ്താലോ? ഈ രണ്ട് വീടുകളെയും വേർതിരിക്കുന്ന വേലി അങ്ങ് എടുത്തു മാറ്റിയാലോ? അതെയോ? അതെന്തിനാടാ? പണിക്കർ സാർ സംശയത്തോടെ ചോദിച്ചു. വേലി മാറ്റിയ പിന്നെ പ്ലാവ് രണ്ടുപേരുടെയും പറമ്പിലായിരിക്കല്ലോ, പിന്നെ വഴക്കിടാൻ കാരണം ഉണ്ടാവില്ലല്ലോ. പോരാത്തിന് മീരെ നമ്മുടെ വീട്ടിലെ മരുമകളായിട്ട് കൂട്ടിക്കൊണ്ടുവന്ന പിന്നെ പ്ലാവ് മാത്രമല്ല, എല്ലാം നമ്മുടേതാവും. ആദ്യ ധൈര്യം സംഭരിച്ച് പറഞ്ഞു. അച്ഛന്മാർ രണ്ടുപേരും പരസ്പരം നോക്കി. മീര തലതാഴ്ത്തി നിന്നു. ഗോവിന്ദൻ നായർ ചിരിച്ചു. എടാ കള്ള, നീ ഇതൊക്കെ പണ്ടേ പ്ലാൻ ചെയ്താണല്ലേ? ഞങ്ങളുടെ വഴക്ക് തീർക്കാൻ നീ കാണിച്ച ഈ ബുദ്ധി കൊള്ളാം. പണിക്കർ സാറ് സമ്മതിച്ചു. എനിക്കും സമ്മതാ. മീരെ ആദ്യ പോലെ ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ. നമുക്ക് നമ്മുടെ മോളെ എപ്പോഴും കണ്ടോണ്ടിരിക്കാലോ, തൊട്ടടുത്ത് തന്നെ ഉണ്ടാവില്ലേ? പിന്നെയുള്ള ദിവസങ്ങൾ കല്യാണത്തിരക്കിലായിരുന്നു. നാട് കണ്ട ഏറ്റവും വലിയ ഉത്സവമായി ആ കല്യാണം മാറി. മംഗലശ്ശേരിയും കൃഷ്ണവിലാസം തമ്മിലുള്ള ആ വേലി എന്നേക്കുമായി നീക്കം ചെയ്യപ്പെട്ടു. പ്ലാവിൻ ചുവട്ടിൽ തന്നെ കല്യാണപ്പന്തൽ ഉയർന്നു. കല്യാണ ദിവസം പട്ടുസാരി മുല്ലപ്പൂ അണിഞ്ഞേൽക്കുന്ന മീരയെ കണ്ടപ്പോൾ ആദ്യ ആ പഴയ കാന്താരിയെ കണ്ടില്ല. പകരം തന്നെ പ്രിയപ്പെട്ടവളെ മാത്രം കണ്ടു. താലികെട്ടിന് ശേഷം അവർ പ്ലാവിൻ ചുവട്ടിൽ ചെന്ന് നിന്നു. ഇനിയെങ്കിലും എന്നോട് വഴക്കിടുന്ന് നിർത്തുമോ മീരെ? ആദ്യ അവളുടെ ചെവിയിൽ ചോദിച്ചു. നിർത്താം, പക്ഷെ ഒരു കണ്ടീഷൻ. നീ എന്നെ എന്നും നിന്റെ സ്പോർട്സ് കാറിൽ യാത്ര കൊണ്ടുപോകണം. മീര കണ്ണിറുക്കി. കാറിൽ മാത്രമല്ല, ആ പഴയ ഹിമാലയയിൽ നമ്മൾ പോകും. നമ്മുടെ പഴയ വഴക്കുകളൊക്കെ ഓർക്കുക, അതാണല്ലോ നല്ലത്. ആദി ചിരിച്ചു. അയൽവാസികൾ തമ്മിലുള്ള യുദ്ധം പ്രണയത്തിന്റെ മധുരമായൊരു പാട്ടായി മാറി. ഗൾഫുകാരൻ ആദിയും കാന്താരി മീരയും ഇപ്പോൾ ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ. ഇനിയും കുറെ കുസൃതികളും വഴക്കുകളും ബാക്കി വെച്ച് ജീവിതം തുടങ്ങുകയാണ്. ആ പ്ലാവിന്റെ ഇലകൾ കാറ്റിലാടുന്ന കണ്ടപ്പോൾ അതിലൊരു സ്നേഹത്തിന്റെ താളമുള്ള പോലെ അവർക്ക് തോന്നി. അടിപിടിയില്ലാത്ത പ്രണയത്തിന് എന്ത് രസം! അടിയും തടയും പ്രണയവുമായി അവർ തങ്ങളുടെ ലോകത്തിലേക്ക് നടന്നു നീങ്ങി. മംഗലശ്ശേരിയും കൃഷ്ണവിലാസവും തമ്മിലുള്ള ആ പഴയ മുൾവേലി ഇപ്പോൾ ചരിത്രത്തിന്റെ ഭാഗമാണ്. ആദ്യം മീരയും കല്യാണം കഴിഞ്ഞപ്പോൾ കൃഷ്ണവിലാസത്തിലെ ഒരേ മുറിയിലാണ് താമസം. കല്യാണം കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നും അടിപിടി മാറി പ്രണയം മാത്രം നിറയുമെന്ന് കരുതിയ നാട്ടുകാർക്ക് തെറ്റി. വേലിക്കൽ നിന്നിരുന്ന യുദ്ധം ഇപ്പോൾ വീടിനുള്ളിലെ ഡൈനിങ് ടേബിളിലേക്കും അടുക്കളയിലേക്കും മാറിയെന്ന് മാത്രം. ഗൾഫുകാരൻ ആദ്യം ഇപ്പോൾ നാട്ടിൽ സെറ്റിൽ ചെയ്യാനുള്ള പ്ലാനിലാണ്. പക്ഷെ അവന്റെ ഗൾഫ് ചിറ്റുകൾ ഇപ്പോഴും മാറിയിട്ടില്ല. രാവിലെ 10 മണിക്ക് എഴുന്നേറ്റ് ബെഡ് കോഫി ചോദിക്കുന്ന ആദ്യെ മീരക്ക് ഒട്ടും ദഹിക്കുന്നില്ല. ഡാ ആദി, എഴുന്നേൽക്കുന്നുണ്ടോ? നീ നേരെ എത്രയായി നോക്കിയേ? അച്ഛൻ പുറത്ത് പറമ്പിലൊക്കെ പണിയെടുക്കുക. നീ ഇവിടെ സൂചിച്ച് ഉറങ്ങിയാണോ? മീര ജനാലപ്പാളികൾ വലിച്ചുറന്നുകൊണ്ട് ഒച്ച വെച്ചു. കണ്ണു തിരുമ്പി എഴുന്നേറ്റ് ആദ്യ പതുക്കെ ചിരിച്ചു. മീരെ, നീ ഇത് മറന്നു. ഞാൻ ഗൾഫിൽ 10 കൊല്ലം കഷ്ടപ്പെട്ടവനാ. എനിക്ക് നാട്ടിൽ വരുമ്പോൾ ഒന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ പോലും പാടില്ലേ? പോരാത്തിന് നമ്മുടെ ഹണിമൂൺ കാലല്ലേ? ഹണിമൂണും ഹണീസാണ്ടൊക്കെ അവിടെ ഇരിക്കട്ടെ. വേഗം എഴുന്നേറ്റ് ആ മുറ്റം അടിച്ചു വാര്. ഈ വീട് ഇപ്പൊ നിന്റെ മാത്രമല്ല, എന്റെ കൂടിയാ. മീര തന്നെ പഴയ കാന്താരി ലുക്കിൽ അരയിൽ കൈകുത്തിയെന്നു. ആദ്യം പതുക്കെ എഴുന്നേറ്റ് മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റം തൂക്കുന്നതിനിടയിൽ അവൻ മീരയെ നോക്കി കളിയാക്കി. നീ എന്നെ കൊണ്ട് മുറ്റം തൂപ്പിച്ച് എന്റെ ഗൾഫ് ഓവർ കളയല്ലേ മീരേ? നാട്ടുകാർ കണ്ട എന്ത് വിചാരിക്കൂടി? നാട്ടുകാർ വിചാരിക്കട്ടെ, നീ വേഗം പണിയെടുക്ക്. മീര അടുക്കളയിലേക്ക് നടന്നു. മുറ്റം തൂക്കുന്നതിനിടയിലാണ് ആദ്യം തന്റെ പഴയ സ്പോർട്സ് കാർ നോക്കിയത്. അതിൽ കുറച്ച് പൊടി പിടിച്ചിരിക്കുന്നു. അവനുടനെ വാട്ടർ ഹോസ് എടുത്ത് കാർ കഴുകാൻ തുടങ്ങി. പണ്ട് മീരയുടെ വീട്ടിലെ സാരിയിൽ ചളി തെറിപ്പിച്ച അതേ പൈപ്പ്. പക്ഷെ ഇത്തവണ ചെളി തെറിച്ച് മീരയുടെ അമ്മ ഉണ്ടാക്കി വെച്ച ഒന്നാമതരം ചമ്മന്തിയിലേക്കാണ്. അമ്മേ, കണ്ടു ഈ ആദ്യ എന്ന പണി? മീരയുടെ അലർച്ച കേട്ടതും ആദ്യം പൈപ്പ് ഓഫ് ചെയ്ത് വിസിലടിച്ച് നിന്നു. ഓ സോറി മീരെ, ഞാൻ കണ്ടില്ല. ഇത് പഴയ ശീലം കൊണ്ട് പറ്റിപ്പോയതാ, അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞു. അന്നത്തെ ഉച്ചഭക്ഷണത്തിന് ശേഷം ആദ്യം തന്റെ പഴയ സുഹൃത്തുക്കളായ സുരേഷിനെയും വിനുവിനെയും കാണാൻ പോയി. നാട്ടിലൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാനുള്ള പ്ലാനിലാണ് അവൻ. സുഹൃത്തുക്കൾ അവനെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചു. പക്ഷെ മീരയ്ക്ക് ഈ ബിസിനസ് പ്ലാനിൽ അത്ര വലിയ വിശ്വാസമില്ലായിരുന്നു. ആദി, നീ ഈ ബിസിനസ്സൊക്കെ തുടങ്ങുമ്പോൾ ആലോചിക്കണം. നാട്ടിലെ കാര്യങ്ങൾ ഗൾഫ് പോലെയല്ല.
മീര വൈകുന്നേരം അവനെ ഉപദേശിക്കാൻ ശ്രമിച്ചു. നീ എന്തിനാ മീര എപ്പോഴും ഇങ്ങനെ കുറ്റം പറയുന്നത്? എനിക്ക് ബിസിനസ് ചെയ്യാൻ അറിയില്ലെന്നാണ് നീ വിചാരിക്കുന്നത്? ആദിക്ക് ദേഷ്യം വന്നു. അതല്ല ആദി, നിന്റെ ആവശ്യം കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നുണ്ടാ. പണ്ട് ആടിനെ തിരയാൻ പോയതുപോലെയല്ലേ ഇത്. കാശ് പോയാൽ തിരിച്ചിട്ടില്ല. മീര വിട്ടുകൊടുത്തില്ല. രാത്രി അവർ തമ്മിൽ വീണ്ടും തർക്കമായി. ആദി തന്റെ ഫോണിൽ ബിസിനസ് പ്ലാനുകൾ നോക്കുമ്പോൾ മീര അവനെ ശല്യം ചെയ്തു. ഒടുവിൽ ആദി ദേഷ്യത്തിൽ പുതപ്പെടുത്ത ആളിലെ സോഫയിലേക്ക് പോയി. നീ അവിടെ കിടന്നുറങ്ങിക്കോ, എനിക്ക് നിന്റെ കൂടെ കിടക്കണ്ട. ആദ്യം ഒച്ച വെച്ചു. എനിക്ക് നിന്റെ കൂടെ കിടക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. പോയി സോഫയിൽ കിടന്ന് കൊതുകടിയുള്ളൂ. മീര ജനാലയടച്ചു. പിറ്റേന്ന് രാവിലെ ആദ്യം എഴുന്നേറ്റപ്പോൾ കണ്ടത് മീര തന്റെ പഴയ വീട്ടിലേക്ക് പോയതാണ്. വെയിലില്ലാത്തതുകൊണ്ട് അവൾക്ക് എപ്പോൾ വേണമെങ്കിലും അപ്പുറത്തേക്ക് പോവാം. ആദ്യം പതുക്കെ മീരയുടെ വീട്ടിലെ ജനാലക്കൽ ചെന്ന് നോക്കി. അവൾ അവിടെ ഇരുന്ന് പണ്ട് കാണാതായ ആട് ഭീമന് പ്ലാവിൽ കൊടുക്കുകയാണ്. മീര, നീ എന്തിനാ പിണങ്ങി അങ്ങോട്ട് പോയത്? വാ, നമുക്ക് ബിസിനസ് പ്ലാൻ ഒന്നുകൂടെ ചർച്ച ചെയ്യാം. ആദ്യം പതുക്കെ വിളിച്ചു. മീര തിരിഞ്ഞു നോക്കിയില്ല. എനിക്ക് ബിസിനസ് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. ആദ്യം പതുക്കെ വേലി കടന്ന് അപ്പുറത്തെ വീട്ടിലെ മുറ്റത്തെത്തി. പണിക്കർ സാറും ഗോവിന്ദൻ നായരും പ്ലാവിന്റെ ചുവട്ടിൽ നിന്ന് സംസാരിക്കുന്നവൻ കണ്ടു. നോക്കിയ പണിക്കരെ, നമ്മുടെ മക്കള് കല്യാണം കഴിഞ്ഞിട്ട് പഴയതുപോലെ തന്നെയാണല്ലോ. ഗോവിന്ദൻ നായർ ചിരിച്ചു. അതാണ് ആദി, അടിയില്ലാതെ അവർക്ക് എന്ത് പ്രണയം. പണിക്കർ സാറും ചേർന്നു. ആദി മീരയുടെ അടുത്തേക്ക് നടന്നു. ആൾ അപ്പോഴും ഭീമന്റെ കൂടെയാണ്. മീര, നീ ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരുന്ന എന്റെ ബിസിനസ് വിജയിക്കില്ല. നീ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റൂ. ആദിയുടെ ആ വാക്ക് കേട്ടപ്പോൾ മീരയുടെ മനസ്സ് നലിഞ്ഞു. ആൾ പതുക്കെ അവനെ നോക്കി. സത്യമാണ് ആദി, നീ എന്റെ അഭിപ്രായത്തിന് വില കൊടുക്കുവോ? പിന്നില്ലാണ്ട്. ഈ കാലിപ്പന്റെ ഏക കാന്താരി നീയല്ലേ. നീ ഇല്ലാതെ ഈ ആദിക്ക് എന്ത് ബിസിനസ്? അവനവളുടെ കൈ പിടിച്ചു. ശരി, പക്ഷെ ഒരു കണ്ടീഷൻ. നിന്റെ പുതിയ സൂപ്പർ മാർക്കറ്റിൽ എനിക്കൊരു പോസ്റ്റ് വേണം, മാനേജർ പോസ്റ്റ്. മാനേജറോ? അപ്പൊ ഞാൻ വെറും സെയിൽസ്മാൻ ആവുമോ? ആദ്യ തലയിൽ കൈവച്ചു. അവർ രണ്ടുപേരും ചിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചിറന്നു. പക്ഷെ അവരുടെ ആ സന്തോഷം അധികം നീണ്ടു നിന്നില്ല. ആദിയുടെ ഗൾഫിലെ പഴയ സുഹൃത്ത് ഷാജി അന്ന് വൈകുന്നേരം നാട്ടിലെത്തി. ഷാജിയുടെ വരവോടെ ആദിയുടെ ബിസിനസ്സിലും ജീവിതത്തിലും പുതിയ ചില പ്രശ്നങ്ങൾ തുടങ്ങാൻ പോവുകയായിരുന്നു. ഷാജി എന്ന ഗൾഫ് സുഹൃത്തിന്റെ വരവ് ആദിയുടെയും മീരയുടെയും സമാധാനപരമായ അടിപിടി ജീവിതത്തിലേക്ക് പുതിയൊരു വഴിത്തിരിവാണ് കൊണ്ടുവന്നത്. ആദിയുടെ പഴയ കുസൃതി കൂട്ടുകാരൻ ഷാജി വെറുമൊരു അതിഥിയായിരുന്നില്ല. അവരൊരു വമ്പൻ ബിസിനസ് ഐഡിയയുമായിട്ടാണ് വന്നിറങ്ങിയത്. ഷാജി തന്റെ പുത്തൻ SUV വീടിന് മുമ്പിൽ നിർത്തിയപ്പോൾ തന്നെ നാട്ടുകാർ മുഴുവൻ ഓടിക്കൂടി. മഞ്ഞ ഗോൾഡ് ചെയിനും റേബാൻ ഗ്ലാസും വെച്ച് വണ്ടിയിൽ നിന്നിറങ്ങിയ ഷാജിയെ കണ്ടപ്പോൾ ആദിക്ക് പഴയ ഗൾഫുകാരെ ഓർമ്മ വന്നു. എന്നാൽ മീരയ്ക്ക് ഷാജിയുടെ ആ നിൽപ്പത്ര കണ്ട് പിടിച്ചില്ല. ഷാജിയുടെ കണ്ണിലെ ആ തിളക്കം ബിസിനസിനേക്കാൾ ഉപരി എന്തിലും ഒളിഞ്ഞിരിക്കുന്ന കള്ളത്തരം പോലെ അവൾക്ക് തോന്നി. ആദി, നീ കല്യാണം കഴിച്ചൊരു വഴിക്കായെന്ന് സുരേഷ് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. ഇത് നമ്മുടെ പഴയ ആദിയല്ലോ, ഒരു നാടൻ പശുവിനെ പോലെ ആയിപ്പോലാടാ നീ. ഷാജി പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആദിയെ കെട്ടിപ്പിടിച്ചു. പിന്നെ കുടുംബക്കാരനായില്ലോ ഷാജി, ഇതിപ്പോ എന്റെ ഭാര്യ മീര. ആദ്യ അഭിമാനത്തോടെ മീരയെ പരിചയപ്പെടുത്തി. ഹലോ മീര, ആദ്യം മരിക്കാൻ കഴിഞ്ഞ ഒരേ ഒരു പെണ്ണ് നീയല്ലേ, ഭാഗ്യവാൻ. ഷാജി കൈ നീട്ടിയെങ്കിലും മീര ഒരു പകർപ്പിച്ചിരി നൽകി അകത്തേക്ക് പോയി. അന്ന് രാത്രി ആദ്യം ഷാജിയെ ടെറസിലിരുന്ന് വലിയ ചർച്ചയിലായിരുന്നു. ആദ്യം നീ സൂപ്പർ മാർക്കറ്റൊക്കെ ഇട്ട് ഇവിടെ ഇരുന്നാൽ മതിയാവില്ല. നമുക്കൊരു എക്സ്പോർട്ട് ബിസിനസ് തുടങ്ങിയാലോ? നമ്മുടെ പറമ്പിലെ ചക്കയും മാങ്ങയൊക്കെ ഉണക്കി പാക്ക് ചെയ്ത് ഗൾഫിലേക്ക് അയക്കാം, വമ്പ ലാഭമായിരിക്കും. ഷാജി തന്നെ പ്ലാൻ അവതരിപ്പിച്ചു. ആദിയുടെ കണ്ണുകൾ തിളങ്ങി. അതെന്നുള്ള ഐഡിയയാണ് ഷാജി. മീരയുടെ വീട്ടിലെ പറമ്പിൽ നിറയെ പ്ലാവും മാവൊക്കെ ഉണ്ട്. എല്ലാം കൂടി ചേർത്ത് നമുക്ക് വലിയൊരു യൂണിറ്റ് തുടങ്ങാം. പുറകിൽ നിന്ന് കേട്ടുന്ന മീരക്ക് കലിപ്പ് കയറി. ആദി, നീ എന്തിനാ അച്ഛൻ്റെ പ്ലാവിനെ പറ്റി ഷാജിയോട് പറയുന്നത്? അത് നമ്മുടെ ആവശ്യത്തിനുള്ളതാ, ബിസിനസ് ചെയ്യാൻ പോയിട്ട് ഉള്ള കൂടി കളയരുത്. മീര, നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്നത്? ഷാജിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അവൻ പറയുന്ന കേട്ടോ നമുക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം. ആദി ദേഷ്യപ്പെട്ടു. പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞു വരുന്നവരേക്ക് വിശ്വസിക്കാൻ പാടില്ല. ഷാജി കണ്ടിട്ട് എനിക്ക് എന്തോ പന്തികേട് തോന്നുന്നു. മീര വിട്ടുകൊടുത്തില്ല. പിറ്റേന്ന് രാവിലെ ഷാജി ആദ്യം കൊണ്ട് തന്റെ സൈറ്റിലേക്ക് പോയി. അവിടെ വലിയൊരു ഗോഡൌൺ വാടകയ്ക്ക് എടുക്കാനാണ് പ്ലാൻ. ഇതിനായി ആദിയുടെ കയ്യിലുള്ള കുറച്ച് പൈസ അഡ്വാൻസായി നൽകണമെന്ന് ഷാജി ആവശ്യപ്പെട്ടു. ആദി രണ്ടും കൽപ്പിച്ച് വീട്ടിലെത്തി. മീര അറിയാതെ തന്റെ സേവിങ്സ് ബുക്ക് എടുത്തു. അവിടെയാണ് അടുത്ത തല്ലുമാല തുടങ്ങിയത്. മീര അത് കണ്ടുപിടിച്ചു. ആദ്യം നീ എങ്ങോട്ട് ഈ പൈസയിൽ പോകുന്നു? ഷാജി കൊടുക്കാനാണോ? ഞാൻ സമ്മതിക്കില്ല. അവൾ പാസ്ബുക്ക് പിടിച്ചു വാങ്ങി. മീര, നീ എന്റെ വഴിയിൽ തടസ്സം നിൽക്കരുത്. ഇതെന്റെ ലൈഫാ, എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം. ആദ്യം പാസ്ബുക്ക് തിരിച്ചു വാങ്ങാൻ ശ്രമിച്ചു. സ്വന്തമായിട്ട് ചെയ്യുന്ന നല്ലതാ, പക്ഷെ ഷാജി പോലുള്ള ഒരാളെ വിശ്വസിക്കുന്ന മണ്ടത്തരാ. അവൻ ഗൾഫിൽ നിന്ന് ആരെ പറ്റിച്ച് മുങ്ങിയവനാണ് നമ്മുടെ സുരേഷ് പറഞ്ഞു. മീര വെളിപ്പെടുത്തിയ സത്യം ആദ്യം ഞെട്ടിച്ചു. സുരേഷിന് ഷാജിയോട് അസൂയാണ് മീരെ. നീ അവന്റെ വാക്കിട്ട് തന്നെ തടയരുത്. ആദ്യം പാസ്ബുക്കുമായി പുറത്തേക്ക് ഓടി. മീര അവന്റെ പുറകെ ഓടിയെങ്കിലും അവൻ ബൈക്കെടുത്ത് പോയി കഴിഞ്ഞിരുന്നു. സന്ധ്യയായപ്പോൾ ആദ്യ വീട്ടിലെത്തിയ മ്ലാനമായ മുഖത്തോടെയാണ്. ഷാജി പറഞ്ഞ സൈറ്റ് സത്യത്തിൽ മറ്റൊരു ബിസിനസ്സുകാരൻ്റെതായിരുന്നു. ഷാജി ആദ്യം കബളിപ്പിച്ച് പൈസയുമായി മുങ്ങിയെന്നവന് ബോധ്യമായി. ഷാജിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അവൻ താമസിച്ചിരുന്ന ഹോട്ടലിൽ ചെന്നപ്പോൾ അവൻ ഉച്ചയ്ക്ക് തന്നെ ചെക്കൗട്ട് ചെയ്തെന്ന് അറിഞ്ഞു. ആദ്യം തളർന്നുപോയി. വീട്ടിലെത്തി അവനെതിരേറ്റത് മീരയുടെ ശാന്തമായ മുഖമായിരുന്നു. അവളൊന്നും ചോദിച്ചില്ല. ആദ്യം പതുക്കെ സോഫയിൽ വന്നിരുന്നു. മീരെ, നീ പറഞ്ഞായിരുന്നു ശരി. അവനെന്നെ ചതിച്ചു. എൻ്റെ പൈസ പോയി.
ആദി തലകുനിച്ച് പറഞ്ഞു. മീര അവന്റെ അടുത്ത് വന്നിരുന്നു. സാറിനാദി, പൈസ പോയാലും നിനക്ക് ബുദ്ധി കിട്ടിയല്ലോ. ഷാജി നിന്നെ ചതിക്കുന്ന എനിക്കറിയായിരുന്നു. അതുകൊണ്ട് നീ എടുത്തുണ്ടായ പാസ്ബുക്ക് പഴയൊന്നായിരുന്നു. ഒറിജിനൽ എന്റെ കയ്യിലുണ്ട്. ആദ്യ അത്ഭുതത്തോടെ അവൾ നോക്കി. നീ എന്തായി പറയുന്നു? അപ്പൊ ഞാൻ ഷാജി കൊടുത്തോ? നീ കൊടുത്ത ആ കാശ് മാത്ര ബാങ്ക് ബാലൻസ് സേഫാ. കുറച്ച് പൈസ പോയത് നിനക്കൊരു പാടാവട്ടെ എന്ന് കരുതിയാ ഞാനത് വിട്ടുതന്ന്. മീര കണ്ണിറുക്കി ചിരിച്ചു. ആദിക്ക് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അവനവളെ കെട്ടിപ്പിടിച്ചു. മീര, നീ വെറും കാന്താരിയല്ല, നീ എന്റെ ഭാഗ്യമാടാ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇപ്പൊ നമ്മുടെ പ്ലാൻ പ്രകാരം സൂപ്പർ മാർക്കറ്റ് തുടങ്ങാം. പക്ഷെ മാനേജർ ഞാൻ തന്നെയായിരിക്കും. മീര തന്നെ ഡിമാൻഡ് അറിയിച്ചു. സമ്മതിച്ചു മാനേജരെ. പക്ഷെ നാട്ടുകാർ ചോദിച്ചാ ഞാൻ ബോസാണെന്ന് പറയണം. ആദി ചിരിച്ചു. അവർ രണ്ടുപേരും ചേർന്ന് നാട്ടിൽ മീര സൂപ്പർ മാർക്കറ്റ് എന്ന പേരിൽ ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു. എന്നാൽ പുതിയ ബിസിനസ് തുടങ്ങുന്നതിനിടയിൽ ആദിയുടെ അച്ഛനും മീരയുടെ അച്ഛനും തമ്മിൽ വീണ്ടും പ്ലാവിന്റെ കാര്യത്തിൽ തർക്കമുണ്ടായി. ഇത്തവണ തർക്കം പ്ലാവിനെ പറ്റിയല്ല, സൂപ്പർ മാർക്കറ്റിൽ ആരുടെ പേര് ആദ്യം വരേണ്ടതിനെ പറ്റിയാണ്. ഷാജിയുടെ തട്ടിപ്പിൽ നിന്ന് തലനാരിയൊക്കെ രക്ഷപ്പെട്ട ആദ്യം മീരയും ഇപ്പോൾ പുതിയൊരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ്. പക്ഷെ അവർക്കിടയിലെ തല്ലുമാല അല്പം പോലും കുറഞ്ഞിട്ടില്ല. മീര സൂപ്പർ മാർക്കറ്റ് എന്ന പേരിൽ ബോർഡ് വെക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ കൃഷ്ണവിലാസിലെ ഗോവിന്ദൻ നായർക്ക് അതത്ര പിടിച്ചില്ല. എടാ ആദി, മുറ്റത്തെ പ്ലാവിന്റെ പകുതി പണ്ട് നമ്മൾ വിട്ടുകൊടുത്തു. ഇപ്പൊ നിന്റെ കടയുടെ പേര് അപ്പുറത്തെ വീട്ടിലെ കുട്ടിയുടെ പേരിൽ വേണോ? അത് ആദിത്യ സൂപ്പർ മാർക്കറ്റ് എന്ന് ആക്കിയ പോരെ? അത് കേട്ടതും പണിക്കർ സാറ് വേലിക്കിലെത്തി. അതെന്താ ഗോവിന്ദൻ നായരെ, എന്റെ മോളാണ് ഈ ബിസിനസിന്റെ ബുദ്ധി. അപ്പൊ അവിടെ പേര് വരണം നിർബന്ധമല്ലേ? വേണമെങ്കിൽ മീര ആദി എംപോറിയെന്ന് വെക്കാം. അച്ഛന്മാർ വീണ്ടും പണ്ട് പ്ലാവിനെ ചൊല്ലി വഴക്കിട്ട് അതേ ആവശ്യത്തിൽ തർക്കം തുടങ്ങി. ഇത് കണ്ടും അടുത്ത ആദ്യം മീരയും കൂടി തീരുമാനമെടുത്തു. നിങ്ങൾ രണ്ടാളും മിണ്ടാണ്ടിരിക്കും. കടയുടെ പേര് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അയൽപ്പക്കത്തെ തല്ലുമാല സൂപ്പർ മാർക്കറ്റ് എന്നായിരിക്കും പേര്. ആദി ഗൗരവത്തിൽ പറഞ്ഞു. പേര് കേട്ടത് അച്ഛന്മാർ രണ്ടുപേരും വാവൊളിച്ച് നിന്നുപോയി. ഇതെന്താടാ, കല്യാണ കഥയാണോ അതോ സിനിമാ പേരോ? പണിക്കർ സാറ് ചോദിച്ചു. ഇതാണ് അച്ഛാ ട്രെൻഡ്. നാട്ടുകാർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. മീര ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കട തുടങ്ങാനുള്ള പണികൾ വേഗത്തിൽ നടന്നു. മീര തന്നെയായിരുന്നു എല്ലാം പ്ലാൻ ചെയ്ത്. ആദിക്ക് ബിസിനസ് എന്നാൽ വെറും ഓർഡർ കൊടുക്കൽ മാത്രമായിരുന്നു. പക്ഷെ മീര ഓരോ പൈസയും കണക്കൂട്ടി കൃത്യമായി ഉപയോഗിച്ചു. ഇതിനിടയിൽ ഷാജി തട്ടിച്ച പൈസ തിരിച്ചുപിടിക്കാനുള്ള ഒരു വഴി മീര കണ്ടെത്തി. ഷാജി ഉപയോഗിച്ചു പോയ SUV കാർ സത്തിൽ ലോൺ തിരിച്ചടക്കാത്തതുകൊണ്ട് ബാങ്കർ തിരയുന്നതായിരുന്നു. മീര പോലീസിനെ വിവരം അറിയിക്കുകയും ഷാജിയുടെ ഒളിത്താവളം കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്തു. ഒടുവിൽ ഷാജി പിടിയിലായതോടെ ആദിക്ക് നഷ്ടപ്പെട്ട പൈസ തിരിച്ചു കിട്ടി. ഒഴികാരണ ദിവസം എത്തി. നാട്ടുകാർ മുഴുവൻ ഒഴുകിയെത്തി. ആ പഴയ കലിപ്പനാദി ഇപ്പോൾ മാന്യനായ ഒരു ബിസിനസ്സുകാരനായി മാറിയിരിക്കുന്നു. വെള്ളമുണ്ടും ഷർട്ടും ഇട്ട് അവൻ കടയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു സെറ്റ് സാരി അണിഞ്ഞ് മാനേജർ ലുക്കിൽ മീരയും കൂടെയുണ്ട്. മീര, ഇത്രയും കാലം ഞാൻ നിന്റെ കൂടെ വഴക്കിടാൻ വേണ്ടി മാത്രം നടന്നവനാ. ഇപ്പൊ ഇത്രയും വലിയൊരു സംരംഭം നിന്റെ കൂടെ തുടങ്ങുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നുക. ആദി പതുക്കെ മീരയുടെ ചെവിയിൽ പറഞ്ഞു. വഴക്കുണ്ടാക്കുന്ന നിർത്തലെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല ആദി. ഇടക്കൊക്കെ ആ കലിപ്പ് പുറത്തെടുത്താലും നിന്നെ കാണാനൊരു ലുക്കുള്ളൂ. മീര കണ്ണിറിക്കൊന്നും ചിരിച്ചു. ഒരു കാണുന്നതിന് ശേഷം വൈകുന്നേരം അവർ വീടിന്റെ ടെറസിലിരിക്കുകയായിരുന്നു. പഴയതുപോലെ പ്ലാവിൻ്റെ ഇലകൾ കാറ്റിലാടുന്നുണ്ട്. ഇപ്പോൾ ആ പ്ലാവ് രണ്ടുപേരുടെയും പൊതുസ്വത്താണ്. ആദി, നമുക്ക് ഈ പ്ലാവിന്റെ ചോട്ടിൽ വെച്ചൊരു കാര്യം കൂടി തീരുമാനിക്കാനുണ്ട്. മീര ഗൗരവത്തിൽ പറഞ്ഞു. എന്നടിയാൻ തരി, ബിസിനസ്സിൽ ഇനിയും പാരോക്കാനാണോ? ആദി പേടിയോടെ ചോദിച്ചു. അതല്ല, നമ്മൾ ഈ ബിസിനസ്സൊക്കെ തുടങ്ങിയ സ്ഥിതിക്ക് ഇനി ചെറിയൊരു മിനി കലിപ്പനോ മിനി കാന്താരി കൂടെ വന്നാലോ? ഞാൻ ആലോചിക്കുകയായിരുന്നേ. മീര നാണത്തോടെ തലതാഴ്ത്തി. ആദ്യ ഒരു നിമിഷം സ്തംഭിച്ച് നിന്നുപോയി. പിന്നെ വലിയൊരു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. അതെയോ? അപ്പൊ നമ്മുടെ വീട്ടിൽ ഇനിയും തല്ലുമാല കൂടാൻ പോവുകയാണല്ലേ? എന്തായാലും അവന്റെ അച്ഛനെ പോലെ ഒരു കലിപ്പനാവാൻ ഞാൻ സമ്മതിക്കില്ല. അതെന്താ, എന്റെ മോൻ നിന്നെ പോലെ തന്നെ വേണം. പുറമേ കലിപ്പും ഉള്ളിൽ നിറയെ പ്രണയവും. മീര അവന്റെ തോളിൽ തലയായിച്ചു. അന്നത്തെ ആ രാത്രി കാറ്റിൽ പ്ലാവിന്റെ ചക്കയുടെ ഗന്ധത്തോടൊപ്പം പുതിയൊരു പ്രതീക്ഷയുടെ ഗന്ധം കൂടി ഉണ്ടായിരുന്നു. വേലിക്കപ്പുറം ഇപ്പുറവും നിന്ന് പണ്ട് കല്ലെറിഞ്ഞിരുന്ന ആ കുട്ടികൾ ഇന്ന് ഒരേ ആകാശത്തിന് താഴെ ഒരുമിച്ച് തങ്ങളുടെ സ്വപ്നങ്ങൾ നെയ്യുകയാണ്. അച്ഛന്മാർ രണ്ടുപേരും താഴെ മുറ്റത്തിരുന്ന് സന്തോഷത്തോടെ പഴയ വഴക്കുകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഗോവിന്ദൻ നായരെ, ആ പ്ലാവന്ന് വെട്ടിയിരുന്നെങ്കിൽ ഇന്ന് നമ്മളിങ്ങനെ ഒന്നിച്ചിരിക്കില്ലായിരുന്നു അല്ലേ? അതേ പണിക്കരെ, ചില പിണക്കങ്ങൾ അടിയുറച്ച പ്രണയത്തിന്റെ തുടക്കാണ് നമ്മുടെ മക്കൾ കാണിച്ചു തന്നു. നാട്ടുമ്പുറത്ത് ആ ചെറിയ ഇടവഴിയിൽ അയൽപ്പക്കത്തെ തല്ലുമാല ഇപ്പോൾ വെറും ഒരു വഴക്കല്ല, അത് വലിയൊരു സ്നേഹഗാഥയാണ്. സ്നേഹവും വഴക്കും പ്രണയവും ഇഴചേർന്ന ഒരു ജീവിതം. സൂപ്പർ മാർക്കറ്റ് ബിസിനസ് പച്ച പിടിച്ചു വരുന്നതിനിടയിലാണ് മീര വിശേഷ വാർത്ത അറിയിക്കുന്നത്. ആദിയുടെയും മീരയുടെയും ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥി കൂടി വരുന്നു എന്ന വാർത്ത കൃഷ്ണവിലാസത്തിലും മംഗലശ്ശേരിയിലും ഒരു വലിയ ഉത്സവ പ്രതീതിയാണ് ഉണ്ടാക്കിയത്. പക്ഷേ മീര ഗർഭിണിയായതോടെ ആദിയുടെ കഷ്ടകാലം തുടങ്ങിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതോടെ ആദിക്ക് പഴയ കലിപ്പിലേക്ക് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കേണ്ടി വന്നു. ഇപ്പൊ അവൻ മീരയുടെ പേഴ്സണൽ അസിസ്റ്റന്റും പാചകക്കാരനും ഡ്രൈവറും ഒക്കെയാണ്. മീരയുടെ ഗർഭകാലത്തെ മൂഡ് സിങ്സ് അയക്കാൻ ആദി പെടാപ്പാട് പെടുകയായിരുന്നു. ആദി, എനിക്ക് ആ പ്ലാവിന്റെ ചോട്ടിൽ പോയിരിക്കണം. അവിടെ നല്ല കാറ്റുണ്ട്. പുലർച്ചെ 3 മണിക്ക് മീര ആദിയെ തട്ടി വിളിച്ചു. മീര നേരം വെളുത്തിട്ടില്ല. ഇപ്പൊ അവിടെ പോയ കൊതുകടിച്ച് നിന്റെ ശരീരം തടിക്കും. നമുക്ക് രാവിലെ പോടാ, ആദി ഉറക്കച്ചടവോടെ പറഞ്ഞു.
ഓ ഇപ്പൊ തന്നെ നിനക്ക് എന്നെ മടുത്തുവല്ലേ? എന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവില്ല. നിനക്ക് നിന്റെ ഉറക്കല്ലേ വലുത്. മീരയുടെ കണ്ണു നിറയെ അധിക സമയം വേണ്ടി വന്നില്ല. ആദി ചാടി എഴുന്നേറ്റു. അയ്യോ കരയില് മീരെ, നമുക്ക് ഇപ്പൊ തന്നെ പോവാം. വേണമെങ്കിൽ ഞാൻ ആ പ്ലാവ് തന്നെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാം. അവനവളെ ആശ്വസിപ്പിച്ച് പ്ലാവിൻ ചുവട്ടിലേക്ക് കൊണ്ടുപോയി. രാവിലെ ആയപ്പോഴേക്കും അടുത്ത ഡിമാൻഡ് വന്നു. ആദി, എനിക്ക് ആ പഴയ പുളിഞ്ചക്കയുടെ കറി കൂട്ടണം. പക്ഷെ അത് മംഗലശ്ശേരിയിൽ അടുക്കളയിൽ തന്നെ വെക്കണം. മീരയുടെ ഈ ലോജിക്കില്ലാത്ത ആവശ്യങ്ങൾ കേട്ട് ഗോവിന്ദൻ നായരും പണിക്കർ സാറും ചിരിച്ചും മടുത്തു. പണ്ട് വേലിക്കൽ നിന്ന് വഴക്കിട്ട് അച്ഛന്മാർ ഇപ്പോൾ മീരയ്ക്ക് എന്ത് വേണമെന്ന് മത്സരിച്ച് കണ്ടുപിടിക്കുകയാണ്. ആദി, നീ എന്തിനാണ് അവളോട് തർക്കിക്കുന്നത്? അവള് ചോദിക്കുന്ന അപ്പപ്പ് കൊടുത്ത് ശീലിക്കുക. പണിക്കർ സാറ് മകളുടെ ഭാഗം ചേർന്നു. സൂപ്പർ മാർക്കറ്റിലെ കാര്യം നോക്കാൻ ഇപ്പോൾ ആദ്യം സമയമില്ലാതായി. മീരയ്ക്ക് ഓരോ നിമിഷം ഓരോ പുതിയ ആഗ്രഹങ്ങളാണ്. ഒരിക്കലും അവൾക്ക് പാതിരാത്രിയിൽ ഐസ്ക്രീം വേണം. അടുത്ത നിമിഷം അവൾക്ക് പണ്ട് ആദ്യ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ആ പഴയ സ്പ്രേയുടെ മണം മടുപ്പായി തോന്നി. ആദി, നീ ആ സ്പ്രേ അടിച്ചെന്റെ അടുത്ത് വരരുത്, എനിക്ക് തലവേദന എടുക്കുന്നു. മീര ദേഷ്യപ്പെട്ടു. ഇത് നീ തന്നെ സെലക്ട് ചെയ്ത സ്പ്രേ അല്ലേ മീര? ആദ്യം അത്ഭുതപ്പെട്ടു. അത് അന്നത്തെ മീര, ഇന്നത്തെ മീരയ്ക്ക് ഇത് ഇഷ്ടമല്ല. നീ പോയി കുളിച്ചിട്ട് വാ. ആളാനെ മുറിക്ക് പുറത്താക്കി. ഇതിനിടയിലാണ് നാട്ടിലെ ഉത്സവത്തിന് ആദിയുടെ പഴയ സ്പോർട്സ് കാർ ഒന്ന് പ്രദർശിപ്പിക്കാമെന്ന് ക്ലബ്ബുകാർ ആവശ്യപ്പെട്ടത്. ആദ്യ ആവേശത്തോടെ സമ്മതിച്ചു. പക്ഷേ മീരക്ക് അതിലും പരാതിയായിരുന്നു. ആ കാറിൽ നീ എന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയാൽ മതി, അല്ലാതെ നാട്ടുകാരെ കാണിക്കാൻ കൊണ്ടുപോകണ്ട. ആ കാറിന് ശബ്ദം കേട്ടാൽ നമ്മുടെ കുട്ടിക്ക് പേടിയാവും. ആദ്യ തലയിൽ കൈവച്ചു. മീര, കുട്ടി ഇപ്പോഴും നിന്റെ വയറ്റിലല്ലേ, അവനെങ്ങനെ ഈ ശബ്ദം കേൾക്കാനാ? അതൊക്കെ കേൾക്കും, നീ സയൻസ് ഒന്നും പഠിച്ചിട്ടില്ലേ? മീര വിട്ടുകൊടുത്തില്ല. ഒരു ദിവസം മീരയുടെ അച്ഛൻ പണിക്കർ സാറ് ആദ്യ രഹസ്യമായി വിളിച്ചു. എടാ ആദി, മീരയുടെ അമ്മ ഗർഭിണിയായിരുന്നപ്പോ ഞാനും ഇത് അനുഭവിച്ചതാ. അന്ന് അവൾക്ക് പഴുത്ത മാങ്ങ വേണമെന്ന് പറഞ്ഞ് രാത്രിയിൽ എന്നെ കൊണ്ട് അയൽപക്കത്തെ മരത്തിൽ വരെ കയറ്റിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഈ കാലത്തിന്റെ ഒരു ഗുണ, നീ കുറച്ചുകൂടി സഹിക്കുക. അതിനിടയിൽ ഷാജിയുടെ കേസ് കോടതിയിൽ വന്നപ്പോൾ ആദ്യം സാക്ഷി പറയാൻ പോവേണ്ടി വന്നു. മീരയെ തനിച്ചാക്കി പോകാനും പേടിയായിരുന്നു. മീരെ, ഞാൻ പോയിട്ട് വരാം, നീ എവിടെയും പോവരുത്. നീ പോയിക്കോ ആദി, ഞാനിവിടെ ഭീമന്റെ കൂടെ ഇരുന്നോളാം, മീര ശാന്തയായി പറഞ്ഞു. പക്ഷെ ആദ്യം തിരിച്ചു വന്നപ്പോൾ കണ്ടത് മീരയും ഭീമനും കൂടി അടുക്കളയിരിക്കുന്നതാണ്. മീര ഭീമന് പായസം കൊടുക്കുകയാണ്. മീര, നീ ഇത് എന്ന് കാണിക്കുക? ആളിന് പായസോ? അവനും പായസം കുടിക്കാൻ തോന്നിക്കാണില്ല ആദി, നീ ഒരു സ്നേഹമില്ലാത്ത മനുഷ്യനാ. മീര വീണ്ടും പരിഭവിച്ചു. അങ്ങനെ രസകരമായ തർക്കങ്ങളും കുസൃതികളും നിറഞ്ഞതായിരുന്നു മീരയുടെ 8ാം മാസം. പക്ഷെ 9ാം മാസം തുടങ്ങിയതോടെ ആദിയുടെ ഉള്ളിൽ ഒരു ചെറിയ പേടി ഉടലെടുത്തു. മീരയുടെ വേദന കാണുമ്പോൾ അവന് വല്ലാത്ത സങ്കടം വരും. എപ്പോഴും അവളെ ചിരിപ്പിക്കാൻ അവൻ ശ്രമിച്ചു. ഒരു ദിവസം രാത്രി മീരയ്ക്ക് ചെറിയ വേദന അനുഭവപ്പെട്ടു. ആദ്യം വല്ലാതെ പരിഭ്രമിച്ചു പോയി. അവൻ സ്പോർട്സുകാരന്റെ ചാവി എടുത്തു. അച്ഛാ, വേഗം വരും, മീരയ്ക്ക് വേദന തുടങ്ങി. ഹോസ്പിറ്റലിലേക്കുള്ള യാത്രയിൽ ആദ്യം പണ്ട് മീരയുമായി ബൈക്കിൽ ഭീമനെ തിരയാൻ പോയത് ഓർത്തു. അന്ന് അവൾ അവന്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചിരുന്നു. ഇന്ന് അവൾ അവന്റെ കൈകളിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ്. പേടിക്കണ്ട മീരെ, നിന്റെ കൂടെ ഈ കലിപ്പനുണ്ടല്ലോ. ആദ്യം അവളുടെ നെറ്റിയിൽ തലോടി. ഹോസ്പിറ്റലിലെ റൂമിന് പുറത്ത് ഗോവിന്ദൻ നായരും പണിക്കർ സാറും അക്ഷമരായി നടന്നു. ആദ്യം മാത്രം അവിടെ ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. കുറച്ചു സമയത്തിന് ശേഷം നഴ്സ് പുറത്തേക്ക് വന്നു. അഭിനന്ദനങ്ങൾ, ആൺകുട്ടിയാ. ആദ്യ ഉള്ളിലേക്ക് കയറി മീരയെ നോക്കി. ആളുടെ മുഖത്തൊരു വലിയ സമാധാനം ഉണ്ടായിരുന്നു. ആ ചെറിയ കുഞ്ഞിനെ കയ്യിലെടുത്തപ്പോൾ ആദിയുടെ കണ്ണ് നിറഞ്ഞു. നോക്കിയ മീരെ, ഇവൻ നിന്നെപ്പോൾ തന്നെയാ, കണ്ണിലൊക്കെ ഒരു കുസൃതിയുണ്ട്. ആദി കുഞ്ഞിനെ അവൾ കാണിച്ചു കൊടുത്തു. അവൻ നിന്നെ പോലെ കലിപ്പനാവാതിരുന്നാ മതിയായിരുന്നു. മീര ക്ഷീണിച്ച സ്വരത്തിൽ ചിരിച്ചു. നാട്ടിലെത്തിയപ്പോൾ കുഞ്ഞിനെ കാണാൻ അയൽവാസികൾ മുഴുവൻ എത്തി. പണിക്കർ സാർ കുഞ്ഞിന് ചെറിയ സ്വർണ്ണമാല സമ്മാനിച്ചു. ഗോവിന്ദൻ നായർ തന്റെ പേരക്കുട്ടിക്ക് വേണ്ടി പുതിയൊരു പ്ലാവ് നട്ടു. ഇനി നമ്മുടെ വീട്ടിൽ 2 തല്ലുമാലകൾ ഉണ്ടാവും, ആദി കുഞ്ഞിനെ നോക്കി പറഞ്ഞു. വേലിക്ക് അപ്പുറം ഇപ്പുറം നിന്ന് തുടങ്ങിയ ആ പോരാട്ടം ഇപ്പോൾ ഒരു പുതിയ തലമുറയിലേക്ക് കൈമാറുകയാണ്. പക്ഷെ ഇത്തവണ ആടിനും ചക്കക്കും വേണ്ടിയല്ല, മറിച്ച് സ്നേഹത്തിന് വേണ്ടിയുള്ള ഒരു നല്ല ജീവിതത്തിലേക്ക്. കുട്ടിക്കരിപ്പന്റെ വരവോട് ആദിയുടെയും മീരയുടെയും വീടുകളിൽ സമാധാനം ഉണ്ടാവുമെന്ന് കരുതിയവർക്ക് തെറ്റി. പണ്ട് വേലിയുടെ അപ്പുറം ഇപ്പുറം നടന്നിരുന്ന യുദ്ധം ഇപ്പോൾ കുഞ്ഞിനെ ആരെടുക്കും, കുഞ്ഞിനെ ആരുടെ പേരിടുന്നതിലേക്ക് വഴിമാറി. ആദിയും മീര ഇപ്പോൾ വെറും ഒരു പ്രണയിതാക്കളല്ല, ഒരു ചെറിയ ജീവന്റെ ഉത്തരവാദിത്തമുള്ള മാതാപിതാക്കളാണ്. പക്ഷെ അവരുടെ ഉള്ളിൽ ആ പഴയ തല്ലുമാന സ്വഭാവം അല്പം പോലും കുറഞ്ഞിട്ടില്ല. കുഞ്ഞിന് 28ാം ദിവസം നൂലിട്ടുന്ന ചടങ്ങായിരുന്നു. കൃഷ്ണവിലാസവും മംഗലശ്ശേരി ഒന്നിച്ചേർന്ന വലിയൊരു പന്തൽ തന്നെ മുറ്റത്തുയർന്നു. ആദ്യം തന്റെ പഴയ സ്പോർട്സ് കാർ കഴുകി തിളക്കി വെച്ചിട്ടുണ്ട്. കുഞ്ഞിനെ ആദ്യമായി കാറിലൊന്ന് ഇരുത്തണമെന്ന് അവന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. എന്നാൽ മീരക്ക് അതിനോട് ഒട്ടും യോജിപ്പില്ല. ആദി, നീ ആ കുഞ്ഞിനെ കാറി കയറ്റണ്ട, അതിൻ്റെ ഉള്ളിൽ എപ്പോഴും പെട്രോളിന്റെ മണം, അവനത് പിടിക്കില്ല. മീര കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. മീര, ഇത് വെറും കാറല്ല, എന്റെ അഭിമാന. എന്റെ മകൻ വളർന്നു വരുമ്പോൾ അവന് ഓടിക്കാനുള്ളത് ഇത്. ഇപ്പൊ തന്നെ ശീലിപ്പിച്ചാൽ അവന് വലിയ റേസർ ആവുകയുള്ളൂ. ആദ്യം വാശി പിടിച്ചു. റേസറും വേണ്ട, ഒരു വണ്ടി ഭ്രാന്തും വേണ്ട. ആ വലുതാകുമ്പോൾ നല്ലപോലെ പഠിച്ചൊരു സമാധാനമുള്ള ജോലി ചെയ്താൽ മതി. മീര തന്റെ കാന്താരി ലുക്കിൽ അവനെ നോക്കി. ഇതിനിടയിലാണ് കുഞ്ഞിന്റെ പേരിടുന്ന കാര്യത്തിൽ അച്ഛന്മാർ തമ്മിൽ തർക്കം തുടങ്ങിയത്. എന്റെ അച്ഛന്റെ പേരായ മാധവൻ എന്ന് ഇടണം, പണിക്കർ സാർ പ്രഖ്യാപിച്ചു. അതെന്താ, എന്റെ അച്ഛന്റെ പേരായ രാഘവൻ എന്നിട്ട് എന്താ കുഴപ്പം? ഗോവിന്ദൻ നായർ വിട്ടുകൊടുത്തില്ല.
ആദ്യ പതുക്കെ മീരയുടെ അടുത്തേക്ക് നീങ്ങി. നോക്കിയ മീര് ഒരു വീണ്ടും തുടങ്ങി. പണ്ട് ചക്കയ്ക്ക് വേണ്ടി വഴക്കിട്ടവരിപ്പോ നമ്മുടെ കുഞ്ഞിന്റെ പേരിന് വേണ്ടി ആ തല്ലുണ്ടാക്കുന്നത്. നമുക്ക് രണ്ടും കൂടി ചേർത്ത് രാഘവ മാധവനെന്ന് ഇട്ടാലോ? അയ്യേ, അത് കേൾക്കുമ്പോൾ ഒരു പഴയ സിനിമയിലെ പേര് പോലെ ഉണ്ട്. നമുക്ക് അവൻ ആര്യനെന്നിടാം. ആദിയുടെ ആയും മീരയുടെ രായും. മീര തന്റെ ബുദ്ധി പുറത്തെടുത്തു. അങ്ങനെ ഒരുവിധം പേരിന്റെ കാര്യത്തിൽ തീരുമാനമായി. പക്ഷെ പ്രശ്നങ്ങൾ അവിടെ തീർന്നില്ല. കുഞ്ഞു കരയാൻ തുടങ്ങിയാൽ ആദ്യം കൊല്ലാത്ത പരിഭ്രമമാണ്. അവനുടനെ ഗൂഗിളിൽ തിരയാൻ തുടങ്ങും. മീര അവനെന്തിനാ ഇങ്ങനെ കരയുന്നത്? വയസ്സിനിട്ടാണോ വല്ല അസുഖമാണോ? ആദ്യം നീ ഒന്നും മിണ്ടാണ്ടിരിക്ക്. കുഞ്ഞുങ്ങൾ കരയുന്നത് സ്വാഭാവിക. നീ ഇങ്ങനെ ടെൻഷൻ അടിച്ച് അവനും പേടിയാവും. മീര അവനെ ശാസിച്ചു. രാത്രി കുഞ്ഞുറങ്ങാതെ കരയുമ്പോൾ ആദ്യം അവനെടുത്ത് മുറ്റത്ത് നടക്കും. പ്ലാവിൻ ചോട്ടിൽ നിലാവിളിച്ചതിൽ കുഞ്ഞിനെ കാണുമ്പോൾ ആദ്യം പണ്ട് മീരയുമായോട് വെച്ച് വഴക്കിട്ട കാര്യങ്ങൾ ഓർമ്മ വരും. മോനെ, നിന്റെ അമ്മ ഒരു വലിയ കാന്താരിയാ. നീ വളരുമ്പോൾ അവളെ ഒന്ന് മരിക്കാൻ എന്നെ സഹായിക്കണം കേട്ടോ. അവൻ കുഞ്ഞിനോട് രഹസ്യമായി പറയും. പെട്ടെന്ന് പിന്നിൽ നിന്ന് മീരയുടെ ശബ്ദം കേട്ടു. ഞാനെല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ. നീ എന്റെ മോനെ എന്റെ കൂടെ തല്ലുണ്ടാക്കാൻ പഠിപ്പിക്കുകയാണല്ലേ? ആദ്യം ഒന്ന് പതറി. അയ്യോ അല്ല മീരെ, ഞാനിവന് ഈ പ്ലാവിന്റെ നമ്മുടെ പ്രണയത്തിനെ കഥ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം നാട്ടിലെ ക്ലബിന്റെ വക ഒരു ഫുട്ബോൾ മത്സരം നടന്നു. ആദ്യം കളിക്കാനിറങ്ങി. മീര കുഞ്ഞുമായി ഗ്യാലറിയിൽ ഇരുന്നു. ആദ്യ ഗോളടിച്ചപ്പോൾ മീര ആവേശത്തോടെ എഴുന്നേറ്റ് കൂവി. കുഞ്ഞ് പേടിച്ച് കരയാൻ തുടങ്ങിയതോടെ ആദ്യ കളി നിർത്തി ഓടി വന്നു. മീര, നീ എന്തിനിങ്ങനെ ഒച്ച വെക്കുന്നത്? കണ്ടോ, അവൻ പേടിച്ചു. നീ ഗോളടിച്ചപ്പോൾ എനിക്ക് സന്തോഷം വന്നാടാ. അതിന് നീ എന്തിനാ എന്നെ വഴക്ക് പറയുന്നത്? മീരയുടെ മുഖം വീർത്തു. അന്ന് വൈകുന്നേരം അവർ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ആദിയുടെ പഴയ സുഹൃത്ത് സുരേഷ് അങ്ങോട്ട് വന്നു. ആദി, നിന്റെ ഗൾഫിലെ കമ്പനിയിൽ നിന്ന് ഒരു കോൾ വന്നിരുന്നു. അവർക്ക് നിന്നെ വീണ്ടും അങ്ങോട്ട് വേണമെന്ന്. നല്ലൊരു ഓഫർ അവർ വെച്ചിരിക്കുന്നത്. ആദ്യം ഒന്ന് ആലോചിച്ചു. ഗൾഫിലേക്ക് വീണ്ടും പോവാ എന്ന് ഇപ്പോൾ അവന് ചിന്തിക്കാൻ പോലും കഴിയില്ല. മീരയും കുഞ്ഞിനെയും പിരിഞ്ഞെടുക്കുന്നവനെ ആലോചിക്കാൻ വയ്യ. പക്ഷെ വലിയൊരു തുകയാണ് അവർ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ആദി, നീ പോകുന്നുണ്ടോ? മീര പതുക്കെ ചോദിച്ചു. എനിക്കറിയില്ല മീരെ. പൈസയുടെ കാര്യം നോക്കിയാൽ പോകുന്ന നല്ലതാ. ഒരു മോനിക്കായില്ലേ, അവൻ്റെ ഭാവി കൂടെ നമുക്ക് നോക്കണ്ടേ. പക്ഷേ എനിക്ക് നിങ്ങളെ വിട്ടുനിൽക്കാനും പറ്റില്ല. ആദി സങ്കടത്തോടെ പറഞ്ഞു. നീ പോവേണ്ട ആദി. നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ഇപ്പം നല്ല ലാഭത്തിലാണ്. നമുക്കിവിടെ ഒന്നിച്ച് ജീവിക്കാം. പൈസയേക്കാൾ വലുതല്ലേ നമ്മുടെ സന്തോഷം. മീര അവൻ്റെ കൈ പിടിച്ചു. ആദിയുടെ ഉള്ളിലെ ഭാരം ഇറങ്ങിപ്പോയി. അവൻ ആ ഓഫർ വേണ്ടെന്ന് വെച്ചു. അന്ന് രാത്രി അവർ പ്ലാവിൻ ചുവട്ടിൽ ഒത്തിരി നേരം സംസാരിച്ചിരുന്നു. കുഞ്ഞ് ആദിയുടെ തോൾ കിടന്ന് സമാധാനമായി ഉറങ്ങുന്നുണ്ടായിരുന്നു. മീരെ, നമ്മൾ പണ്ട് വേലിക്കൽ നിന്ന് വഴക്കിടുമ്പോൾ ഒരിക്കലും വിചാരിച്ചില്ലല്ലോ നമ്മൾ ഇങ്ങനെയൊക്കെ ആവുമെന്ന്. ആദി പറഞ്ഞു. അതാണ് പ്രണയം ആദി. അടിയും തടയൊക്കെ ഉണ്ടെങ്കിലേ അതിനെ രുചി ഉണ്ടാകുകയുള്ളൂ. ഇനി നമ്മുടെ ജീവിതത്തിൽ കുറെ തല്ലുമാലകൾ ഉണ്ടാവും. മീര ചിരിച്ചു. പക്ഷെ അവരുടെ സമാധാനം അധികം നീണ്ടുന്നില്ല. പിറ്റേന്ന് രാവിലെ കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു. മീരയുടെ വീട്ടിലെ പ്ലാവാരോ രാത്രി പകുതി മുറിച്ച് മാറ്റിയിരിക്കുന്നു. ആ പ്ലാവിന് എന്തു പറ്റി? പ്ലാവിന്റെ പകുതി കൊമ്പ് മുറിച്ച് മാറ്റപ്പെട്ട് കണ്ട് പണിക്കർ സാറും ഗോവിന്ദൻ നായരും മുറ്റത്ത് യുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയാണ്. ആദ്യം മീരയും കുഞ്ഞുമായി അങ്ങോട്ടേക്ക് ഓടിയെത്തി. പണ്ട് വേലിക്കൽ നടന്ന അതേപോലെ ഇതാ വീണ്ടും തുടങ്ങിയിരിക്കുന്നു. ഇത് ഗോവിന്ദൻ നായർ തന്നെ ചെയ്താ. എന്റെ കൊച്ചുമകന് പ്ലാവിന്ന് ചക്ക പറിച്ചു കൊടുക്കേണ്ടെന്ന് കരുതി രാത്രിയിൽ പണിയൊന്നാ. പണിക്കർ സാറ് മുണ്ട് മടക്കി കുത്തി ഒച്ച വെച്ചു. അതെന്തിനാ പണിക്കരെ ഞാൻ ചെയ്യുന്നത്? ആ കൊമ്പുണങ്ങി എന്റെ വീടിന്റെ ടെറസിലേക്ക് ചാഞ്ഞടക്കിയായിരുന്നു. കാറ്റടിച്ചപ്പോൾ അത് തനിയെ ഒടിഞ്ഞു വീണതാ. അതിന് എന്നെ എന്തിനാ കുറ്റം പറയുന്നത്? ഗോവിന്ദൻ നായരും വിട്ടുകൊടുത്തില്ല. ആദ്യ പതുക്കെ ആ മുറിഞ്ഞ വാം പരിശോധിച്ചു. അത് തനിയെ ഒടിഞ്ഞല്ല, ആരോ കൃത്യമായി വാളുപയോഗിച്ച് മുറിച്ചതാണ്. അവൻ മീരയെ നോക്കി. മീരയുടെ മുഖത്തൊരു കള്ളച്ചിരി വിരിയുന്ന അവൻ കണ്ടു. മീര, നീ എന്തിനാണ് ഇത് ചെയ്തത്? ആദ്യയോടെ ചെവിയിൽ രഹസ്യമായി ചോദിച്ചു. നിശബ്ദനായിട്ടിരിക്കും ആദി. അവരിങ്ങനെ എപ്പോഴും തർക്കിച്ചാലേ അവർക്കൊരു ഉന്മേഷം ഉണ്ടാവുകയുള്ളൂ. കല്യാണം കഴിഞ്ഞ പിന്നെ അവർക്ക് വഴക്കിടാൻ ഒരു കാരണമില്ലായിരുന്നു. പ്ലാവിന്റെ കൊമ്പ് പോയപ്പോ കണ്ടില്ലേ രണ്ടുപേരുടെ ആവേശം. മീര കണ്ണിറുക്കി. ആദി തലയിൽ കൈവച്ചു. നീ എന്റെ അച്ഛന്മാരിങ്ങനെ പാര വെക്കരുതായിരുന്നു മീരെ. ഇതിപ്പോ ഒരു വലിയ അടിയാവൂലോടി. പേടിക്കണ്ട, ഞാനിത് പരിഹരിച്ചോളാം. മീര മുന്നോട്ട് വന്നു. അച്ഛന്മാരെ, നിങ്ങൾ എന്തിനിങ്ങനെ വഴക്കിടുന്നത്? ആ കൊമ്പ് പോയത് നന്നായി. അവിടെ നമുക്ക് കുട്ടിക്കളിപ്പിന് വേണ്ടി ചെറിയൊരു ഊഞ്ഞാൽ കെട്ടാം. പ്ലാവിന്റെ തടിയിൽ ഊഞ്ഞാൽ കെട്ടിയാ അവൻ നല്ല കാറ്റേറ്റ് ഉറങ്ങാമല്ലോ. ഊഞ്ഞാലെന്ന വാക്കേട്ടത് അച്ഛന്മാർ രണ്ടുപേരും ശാന്തരായി. അത് നല്ല ഐഡിയ ആണല്ലോ മീരെ. എന്റെ കൊച്ചുമകൻ ആ പ്ലാവിൻ ചവിട്ടിൽ ഊഞ്ഞാലിടുന്ന കാണാൻ നല്ല ഭംഗിയായിരിക്കും. പണിക്കർ സാർ തന്നെ ദേഷ്യം മറന്നു. അങ്ങനെ ആ യുദ്ധം അവിടെ അവസാനിച്ചു. ആദ്യം ആ പ്ലാവിൻ കൊമ്പ് മുറിച്ച ഭാഗത്ത് മനോഹരമായ ഒരു തടി ഊഞ്ഞാൽ പണിതു. കുട്ടിക്കളിപ്പൻ അതിൽ കിടന്ന് ചിരിക്കുന്ന കാണാൻ രണ്ട് കുടുംബങ്ങൾ എന്നും വൈകുന്നേരം പ്ലാവിൻ ചുവട്ടിൽ ഒത്തുചേരും. ദിവസങ്ങൾ കടന്നുപോയി. ആദിയുടെ സൂപ്പർ മാർക്കറ്റ് ഇപ്പോൾ നാട്ടിൽ തന്നെ ഏറ്റവും വലിയ സ്ഥാപനമായി മാറി. ബിസിനസ് തിരക്കുകൾക്കിടയിൽ ആദ്യം മീരക്കും കുഞ്ഞിന് വേണ്ടി സമയം കണ്ടെത്തി. ഒരു ഞായറാഴ്ച വൈകുന്നേരം അവർ തങ്ങളുടെ പഴയ സ്പോർട്സ് കാറിൽ ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു. മീര, ഇന്ന് നമുക്ക് വയനാട് ചുരം വരെ ഒന്ന് പോയാലോ? കുട്ടികൾ തണുപ്പും കാറ്റൊക്കെ ഇഷ്ടപ്പെടും. ആദ്യം ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് പറഞ്ഞു. ശരി, പക്ഷെ നീ സ്പീഡ് വിട്ടരുത്. നമുക്കൊരു സമാധാനത്തിൽ പോവാം. മീര കുഞ്ഞിനെ സീറ്റ് ബെൽറ്റ് ഇട്ട് ഇരുത്തി. യാത്രക്കിടയിൽ അവർ തങ്ങളുടെ പഴയ ഓർമ്മകൾ പങ്കുവച്ചു. വേലിക്കൽ നിന്ന് ചളി തെറിപ്പിച്ച് ആടിനെ തിരയാൻ പോയത് ഷാജിയുടെ ചതി. അങ്ങനെയല്ല ആദി, നീ അന്ന് ആ തല്ലുമാല ഉണ്ടാക്കില്ലായിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു സ്നേഹം നമുക്ക് കിട്ടില്ലായിരുന്നു അല്ലേ? മീര അവന്റെ കയ്യിൽ പതുക്കെ പിടിച്ചു. അതേ മീരെ, ഇടക്കൊക്കെയുള്ള ആ തല്ലും വഴക്കം തന്നെയാണ് നമ്മുടെ ബന്ധത്തെ ഇത്രയും സ്ട്രോങ് ആക്കിയത്.
പ്രണയം എന്നാൽ വെറും റൊമാൻസ് മാത്രമല്ല, പരസ്പരം വിട്ടുകൊടുക്കാൻ പിടിച്ചു നിൽക്കുന്ന ഒരു വാശി കൂടിയാ. ആദി ചിരിച്ചു. ചുരത്തിന് മുകളിലെത്തിയപ്പോൾ അവർ കാർ നിർത്തി. താഴെ മനോഹരമായ കാഴ്ചകൾ കണ്ടു നിന്നു. ആകാശത്ത് അസ്തമയ സൂര്യന്റെ ചുവപ്പ് പടർന്നിട്ടുണ്ട്. ആ വെളിച്ചത്തിൽ കുട്ടിക്കരിപ്പൻ ആദിയുടെ തോളിൽ കിടന്ന് കൈകാലുകൾ ഇളക്കി കളിക്കുന്നു. ഇനി നമ്മുടെ മകൻ വളർന്നു വരുമ്പോൾ അവൻ ഇതുപോലെ ഒരു കാന്തരിയെ കണ്ടുപിടിക്കുക ആദി. അവൻ കണ്ടുപിടിക്കും മീരെ. കാരണം അവൻ്റെ അച്ഛനൊരു കലിപ്പനാണെങ്കിൽ അവൻ്റെ അമ്മ ലോകത്തിലെ ഏറ്റവും വലിയ കാന്താരിയാണല്ലോ. ആ ഗുണങ്ങളൊക്കെ അവനും കിട്ടാതിരിക്കില്ല. ആദ്യം അവളെ ചേർത്ത് പിടിച്ചു. തിരികെ വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച അവരെ വീണ്ടും ചിരിപ്പിച്ചു. പണിക്കർ സാറും ഗോവിന്ദൻ നായരും പ്ലാവിൻ ചുട്ടിൽ നിന്ന് പുതിയൊരു തർക്കത്തിലാണ്. ഇത്തവണ വിഷയം കുട്ടിക്കരിപ്പനെ ഏത് സ്കൂളിൽ ചേർക്കണമെന്നാണ്. അവനെ എൻ്റെ പഴയ സ്കൂളിൽ തന്നെ പഠിക്കണം, അവിടെയാ നല്ല അച്ചടക്കം. അതെന്താ, എൻ്റെ സ്കൂൾ ഇന്റർനാഷണൽ നിലവാരമുള്ളതാ, അവൻ അവിടെ പോവും. പണിക്കർ സാർ വിട്ടുകൊടുത്തില്ല. ഈ തല്ലുമാലകൾ ഒരിക്കലും അവസാനിക്കില്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. സ്നേഹമുള്ളിടത്ത് വഴക്കമുണ്ടാവും. അയൽപ്പക്കത്ത് ആ മതിൽ തകർന്നു പോയെങ്കിലും ഹൃദയങ്ങൾ തമ്മിലുള്ള ആ സ്നേഹത്തിന്റെ വേലി ഇപ്പോൾ കൂടുതൽ കരുത്തുറ്റതായി മാറിയിരിക്കുന്നു. കുട്ടിക്കളിപ്പന്റെ കളിച്ചിരികളും ആദിയുടെയും മീരയുടെയും കൊച്ചു കൊച്ചു പിണക്കങ്ങളും അച്ഛന്മാരുടെ പ്ലാവിൻ ചുവട്ടിലെ യുദ്ധങ്ങളുമൊക്കെയായി. ആ ഗ്രാമത്തിലെ ആ രണ്ട് വീടുകൾ ഇന്നും സന്തോഷത്തിന്റെ നിറവിലാണ്. നാട്ടുമ്പുറത്ത് ആ ചെറിയ ഇടവഴിയിലൂടെ പോകുമ്പോൾ ഇന്നും ആരെങ്കിലും ചോദിച്ചാൽ നാട്ടുകാർ പറയും, അതാ കലിപ്പനാദിയുടെയും കാന്താരിമീരുടെയും വീടാ. അവിടെ എപ്പോഴും ഒരു തല്ലുമാല നടക്കുന്നുണ്ടാവും. പക്ഷേ ആ തല്ലിന് പ്രണയത്തിന്റെ മധുരാണെന്ന് മാത്രം. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.